ലെറ്റ്സ് ഫോക്കസ് ഓൺ വൺ എക്സാം എന്ന രീതിയിൽ ഞാൻ മാറി. ഫസ്റ്റ് ഫോക്കസ് ദാറ്റ് ഐ ഫോക്കസ് ഓൺ HSC English exam. That's one thing. Second one is focus, clarity of thought. Clarity, what to study, how to study, when to study. ഈ 3 കാര്യങ്ങൾ ക്ലാരിറ്റി. പിന്നെയെന്ന് പറയുന്നത് കൺസിസ്റ്റൻസി. So consistency. Next one is time. Find out the time. എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇത്ര സമയം വരെ ഈ സബ്ജക്റ്റ്, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ആ സബ്ജക്റ്റ് എന്ന രീതിയിൽ ഫ്രഷ് സ്റ്റാർട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് മെയിൻ വേണ്ടത്. ഡിസിപ്ലിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ ആ സിലബസ് നമ്മൾ ആ ഒരു പിന്നെ എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ്റെ കൂടെ തന്നെയാണ് ആ ഫോക്കസ്, ആ ആക്ഷൻ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഡിസിപ്ലിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റാണ് ആക്ഷൻ. ഫോക്കസോടുകൂടി ആക്ഷൻ മീൻസ് ഈ ആക്ഷൻ നമ്മൾ വീട്ടുകാര്യങ്ങൾ മാത്രം ചെയ്യുന്നതിൽ ഒതുങ്ങിക്കൂടിക്കൂടും. ആ രാവിലെ എന്ത് ഉച്ചക്കെന്ത് നമ്മളൊരു വീട്ടമ്മയായി ഒതുങ്ങിക്കൂടും ചില സമയത്ത്. ആ ഒതുങ്ങിക്കൂടാതിരിക്കാനുള്ള ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ഷൻ മീൻസ് സ്റ്റഡി. എൻ്റെ കേസിൽ ആക്ഷൻ, എൻ്റെ ഒരു ഗോൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റഡിയാണ്. സ്റ്റഡി എന്ന് പറഞ്ഞാൽ whenever I don't prefer YouTube shorts, YouTube videos other than my topic. എൻ്റെ ഒരു ഫോക്കസോട് കൂടിയുള്ള സ്റ്റഡി എന്ന് പറയുന്നത് HSC ഇംഗ്ലീഷാണ്. അത് മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ലെക്ചേഴ്സും ഞാനിനി ഉൾപ്പെടില്ല, അത് ജസ്റ്റ് ഒഴിവാക്കി. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ ഒരു യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ കാരണം ഐ ഹാവ് ടു ഗോ ഫർദർ സ്റ്റഡി. നമ്മളെ കയ്യിലുള്ള ടൈം ഇത്രയേ ഉള്ളൂ. എൻ്റെ കാര്യത്തിൽ ഇത് വെരി റൈറ്റ്. ആൻഡ് അവർ എനർജി എവിടേക്കാണ് കൊടുക്കേണ്ടത്? നമ്മളെ ഗോളിലേക്കാണ്. അത് HSC ഇംഗ്ലീഷാണ്. ആ ഗോളിലേക്കാണ് നമ്മൾ ആ എനർജി കൊടുക്കേണ്ടത്. പക്ഷേ ഈ എനർജി എന്തിനിപ്പോൾ പോകുന്നത് വേറെ മിസ്ലിനിയസ് ആയിട്ടുള്ള ടോപ്പിക്സും മീൻസ് നെസസറി അല്ലാത്ത കാര്യങ്ങളിലാണ് എൻ്റെ എനർജി. സോ നാളെയുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ നാളെ 5 മണിക്ക് എണീച്ച് ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ വീഡിയോ എടുക്കും. അപ്പോൾ അത് നാളെ ഈവനിങ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഐ ക്യാൻ ടെൽ ടു മൈ സെൽഫ്, ഞാൻ എന്നോട് തന്നെ നീതി പുലർത്തിയെന്ന് എനിക്ക് പറയാൻ സാധിക്കും. സോ ലെറ്റ് സ്റ്റഡി ഫോർ ദ എക്സാം HSC ഇംഗ്ലീഷ്. സോ HSC ഇംഗ്ലീഷ് എക്സാം എഴുതാൻ വേണ്ടി അപ്ലൈ ചെയ്ത കുറേ ആസ്പിരൻസ് ഉണ്ടാവും. കഴിഞ്ഞ HSC ഇംഗ്ലീഷ് എക്സാം ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ പെട്ടതാണ്. സോ ലെറ്റ് സ്റ്റഡി ഫോർ HSC ഇംഗ്ലീഷ്.